ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അവർക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനാണെങ്കിലും ഇനി അവർ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഒരു ഡിന്നർ ഓപ്ഷൻ ആയിട്ടോ ഒരു ആഫ്റ്റർ സ്കൂൾ മീലായിട്ടോ ഒരു ഫുൾ മീൽ റെസിപ്പി തന്നെയാണ്. അവർക്ക് വയറ് ഫില്ലാവുന്ന രീതിയിൽ ഇനി കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന, ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വർത്തമാനം പറയാതെ വീഡിയോ കാണാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ബസുമതി റൈസ് ആദ്യം തന്നെ നല്ലപോലെ കഴുകണം. കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് കുക്ക് ചെയ്യേണ്ടത്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ഒരു 3-4 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. അത് ഞാനിത് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ രീതിയിൽ വീണ്ടും കഴുകിയതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ മാത്രം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു തരത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ചിക്കൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അത് ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ അരി വേവിക്കാൻ പോവുകയാണ്. വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കുക. അതിലേക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. അതിനുശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി അതിലേക്കിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്നൊരു 9-10 മിനിറ്റ് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം അത് ഊറ്റി മാറ്റി വെക്കണം കേട്ടോ. നല്ലപോലെ തണുക്കണം അരി, എന്നാലും മാത്രമേ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യാൻ പറ്റൂ. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തന്നെ കഴിയും ചെറുതായതുകൊണ്ട്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഏത് പാനിലാണോ എടുക്കുന്നത് ആ പാൻ എടുത്ത് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ, നമ്മൾ ഓയിലാണേ ഒഴിക്കേണ്ടത് എല്ലാത്തിനും വേണ്ടിയിട്ട്. ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ആദ്യം തന്നെ ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത സമയത്ത് പച്ചമുളകും ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈയിലായിരിക്കണം, ഒട്ടും ലോയിലേക്ക് മാറ്റാൻ പാടില്ല. വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റും അതേപോലെ തന്നെ ക്യാബേജും ആണ്. ഈ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ അത് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഈ എന്താ പറയുക, വെജിറ്റബിൾസ് ജസ്റ്റ് ഒരു കടി അതിൻ്റെത് വേണം. ആ ഒരു രീതിയിലാണ്, ആ ഒരു ക്രഞ്ചിനെസ് കിട്ടണം. ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2.5 ടീസ്പൂണിൻ്റെ അടുത്ത് സോയാ സോസും ഒരു ചില്ലി സോസിൻ്റെ പിന്നെ ചെറിയ സാഷയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്യുക. നോക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. കാരണം അരിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം നമ്മുടെ അരിയും കൂടെ അതിൽ നല്ലപോലെ തണുത്തിരിക്കണേ. അരി ചൂടോടുകൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കിട്ടില്ല. തണുത്ത അരിയും കൂടെ, അതായത് ചോറും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ലാസ്റ്റ് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണിൻ്റെ അടുത്തിട്ടോ. നിങ്ങൾ അത് ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടാകും. കറക്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം കൊടുക്കാം, നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ.